അടിയൊഴുക്കുകൾ ഉറപ്പിക്കുന്നതിന്റെയും കൂട്ടിക്കിഴിക്കലിന്റെയും നിശബ്ദ പ്രചരണത്തിലാണ് ഇന്ന് നിലമ്പൂർ. വ്യാഴാഴ്ച നിലമ്പൂരിന്റെ ചൂണ്ടുവിരലിൽ മഷിയടയാളം പതിയും. തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നേ നടക്കുന്ന സെമി ഫൈനൽ എന്ന പ്രാധാന്യത്തോടെയാണ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിനെ മുന്നണികൾ കണ്ടത്. 21 ദിവസം നീണ്ട പ്രചരണം മുന്നണികളുടെ ബലപരീക്ഷണത്തിനും വേദിയാകുന്നത് നമ്മൾ കണ്ടു. അപ്പോഴും ഒന്ന് പറയാം, നിലമ്പൂർ പഴയ നിലമ്പൂരല്ല. നിലമ്പൂർ മണ്ഡലത്തിൽ 60 വർഷത്തെ തിരഞ്ഞെടുപ്പ് ചരിത്രമാണുള്ളത്. ഈ കാലയളവിൽ 2 തവണ മണ്ഡലത്തിന്റെ ഭൂമിശാസ്ത്രം മാറുകയും ചെയ്തു. നിലമ്പൂർ നിലമ്പൂരിലേക്ക് പോകുമ്പോൾ നിലമ്പൂർ മണ്ഡലം രൂപീകരിച്ച ശേഷം ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് 1965-ലാണ്. അന്ന് CPM-ലെ കെ കുഞ്ഞാലി കോൺഗ്രസിലെ ആര്യാടൻ മുഹമ്മദിനെ തോൽപ്പിച്ച് നിയമസഭയിലേക്ക് എത്തുകയാണ്. 1967 നമ്മൾ പോയാൽ മുസ്ലിം ലീഗ് ഉൾപ്പെട്ട സപ്തകക്ഷി മുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന CPIM-ലെ കെ കുഞ്ഞാലിക്കൊപ്പം ആയിരുന്നു വിജയം നിന്നത്. ആര്യാടൻ മുഹമ്മദ് അന്ന് ഒരിക്കൽ കൂടി തോറ്റു 1967. ഇനി നമ്മൾ നേരെ പോകുന്നു 1970-ലേക്ക്. 1970 ആകുമ്പോൾ കെ കുഞ്ഞാലി വെടിയേറ്റ് മരിക്കുന്നു. പിന്നാലെ മണ്ഡലത്തിൽ ഒരു ഉപതിരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നു. കോൺഗ്രസിലെ MP ഗംഗാധരൻ CPIM-ലെ അബൂബക്കറിനെ തോൽപ്പിച്ചു. ഈ മത്സരം നടക്കുമ്പോൾ കോൺഗ്രസും CPI-യും ലീഗും ഒരു മുന്നണിയായിട്ടായിരുന്നു മത്സരിച്ചത്. അന്ന് നിലമ്പൂർ മണ്ഡലം എന്നത് ഇന്നത്തെ വണ്ടൂർ മണ്ഡലത്തിന്റെ ഭാഗങ്ങൾ കൂടി ഉൾപ്പെട്ടതായിരുന്നു. അവിടെ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും CPM-നും വിവിധ മേഖലകളിൽ സ്വാധീനവും ഉണ്ടായിരുന്നു. എങ്കിലും ലീഗും കോൺഗ്രസും ഒന്നിച്ചപ്പോൾ CPM-ന് തോൽവിയായിരുന്നു ഫലം. 1970-കളിലേക്ക് വന്നാൽ ഇനി നമ്മൾ നേരെ 77-ലേക്ക് പോവുകയാണ്. 1977 നടന്ന വലിയൊരു സംഭവം എന്ന് വെച്ചാൽ അപ്പോൾ നിലമ്പൂർ മണ്ഡലം വീണ്ടും പുനഃസംഘടിപ്പിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ, അമരമ്പലം, ചാലിയാർ, ചുങ്കത്തറ, പോത്തുകൽ, കരുളായി, മൂത്തേടം, വഴിക്കടവ്, എടക്കര, കാളികാവ്, ചോക്കാട്, ഇത്രയും സ്ഥലങ്ങൾ, ഇത്രയും ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതായിരുന്നു പുതിയ നിലമ്പൂർ നിയമസഭാ മണ്ഡലം. ഈ പ്രദേശങ്ങളിൽ പൊതുവിൽ മുസ്ലിം ലീഗിന് മുൻതൂക്കം കൂടുതലായിരുന്നു. അങ്ങനെയുള്ള ഒരു മണ്ഡലം വീണ്ടും ഇടതുപക്ഷത്തേക്ക് വരുന്നത് കോൺഗ്രസിലുണ്ടായ പിളർപ്പിനെ തുടർന്നാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് 1982-ലേക്കാണ്. 1982 ആകുമ്പോഴേക്കും വീണ്ടും ചിത്രം മാറുകയാണ് നിലമ്പൂരിൽ. അന്ന് ആര്യാടൻ കോൺഗ്രസിനൊപ്പം പോയപ്പോൾ കോൺഗ്രസ് നേതാവായിരുന്ന TK ഹംസ അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് വരികയാണ്. CPM-ന്റെ സ്വതന്ത്രനായി മത്സരിച്ച ഹംസ ആര്യാടനെ തോൽപ്പിച്ച് നിയമസഭയിലേക്ക് എത്തുന്നു. അതിനുശേഷം നിലമ്പൂരിലെ 60 വർഷത്തെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമായിരുന്നു അന്ന് TK ഹംസയ്ക്ക് കിട്ടിയത്, 1566 വോട്ട്. 1987 സംസ്ഥാന ഭരണം ഇടതുപക്ഷത്തിന് കിട്ടിയെങ്കിലും നിലമ്പൂർ ആര്യാടൻ മുഹമ്മദിന് സ്വന്തമായി. ആ വിജയം പിന്നെ 2011 വരെ തുടരുകയും ചെയ്തു. അതായത് 2011 അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുന്നത് വരെ ആ ഭരണം അങ്ങനെ തുടർന്നു നിലമ്പൂരിൽ. ഇനി നമ്മൾ നേരെ 2008-ലേക്ക് പോകുന്നു. 2008 എന്താണ് നിലമ്പൂരിൽ നടന്നത്? 2008 ഈ മണ്ഡല പുനർനിർണയം വന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ നേരത്തെ ഉള്ളതിൽ നിന്നും വീണ്ടും മാറിമറിഞ്ഞു എന്നാണ് LDF കണക്ക് കൂട്ടുന്നത്. ലീഗിനും കോൺഗ്രസിനും ഒരുപോലെ മുൻതൂക്കം ഉണ്ടായിരുന്ന ചോക്കാട്, അതുപോലെ കാളികാവ് പഞ്ചായത്തുകളൊക്കെ വണ്ടൂരിലേക്കും ചാലിയാർ പഞ്ചായത്ത് ഏറനാട് മണ്ഡലത്തിലേക്കും മാറുന്നതും നമ്മൾ അന്ന് കണ്ടു 2008. ഇനി നേരെ പോകുന്നു. നിലവിൽ നിലമ്പൂർ താലൂക്കിലെ നിലമ്പൂർ നഗരസഭയും നമ്മളീ കാണുന്ന പോലെ അമരമ്പലം, ചുങ്കത്തറ, എടക്കര, കരുളായി, മൂത്തേടം, പോത്തുകൽ, വഴിക്കടവ് ഇവയെല്ലാം കൂടി ചേരുന്ന ഈ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് ഈ മണ്ഡലം. ഇവിടെ പഴയ നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥിതിയല്ല. വഴിക്കടവ്, മൂത്തേടം പഞ്ചായത്തുകൾ ലീഗിനും കോൺഗ്രസിനും ശക്തമായ സ്വാധീനമുള്ള പഞ്ചായത്തുകളാണ്. എടക്കര, ചുങ്കത്തറ, കരുളായി എന്നിവ UDF-ന് മുൻതൂക്കമുണ്ടെങ്കിലും അവിടെ LDF-നും സ്വാധീനമുണ്ട് എന്ന കാര്യം മറക്കാൻ കഴിയില്ല. ഇനി പോത്തുകൽ പഞ്ചായത്തും നിലമ്പൂർ നഗരസഭയും LDF-ന് മുൻതൂക്കമുള്ള പ്രദേശങ്ങളാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് അമരമ്പലമാണ്. അമരമ്പലം പഞ്ചായത്തൊക്കെ CPM-നെ സംബന്ധിച്ച് അവരുടെ കോട്ട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നുള്ളതാണ്. കാരണം അൻവറിനെ 2700 വോട്ടിന് ജയിപ്പിച്ചത് ഈ മണ്ഡലത്തിലെ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ഡല പുനർനിർണയത്തിനു ശേഷം നിലമ്പൂർ പഴയ നിലമ്പൂരല്ല എന്നാണ് LDF-ന്റെ പ്രാദേശിക നേതാക്കൾ അഭിപ്രായപ്പെടുന്നത്.
ഇനി 1965-ലും 1967-ലും അല്ലാതെ CPM-ന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ഈ മണ്ഡലത്തിൽ നിന്നും ആരും വിജയിച്ചിട്ടില്ല എന്നുള്ളതും നിലമ്പൂരിന്റെ ഒരു ചരിത്രമാണ്. CP അബൂബക്കർ, PV കുഞ്ഞിക്കണ്ണൻ, K സൈതാലിക്കുട്ടി, ദേവദാസ് പൊറ്റക്കാട്, P ശ്രീരാമകൃഷ്ണൻ എന്നിവരാണ് ഇവിടെ CPM ചിഹ്നത്തിൽ മത്സരിച്ചത്. എല്ലാവരും പിന്നീട് പരാജയപ്പെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായ 1980-ൽ ചർക്ക ചിഹ്നത്തിൽ മത്സരിച്ച C ഹരിദാസും അതിനുശേഷം മത്സരിച്ച ആര്യാടൻ മുഹമ്മദും ജയിച്ചു. 82-ൽ TK ഹംസയും ഇടതുപക്ഷ സ്വതന്ത്രനായാണ് മത്സരിച്ച് നിലമ്പൂരിൽ നിന്നും ജയിച്ചത്. പിന്നീട് CPM-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന PV അൻവറാണ് 2016-ൽ അവിടെ ജയിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കുമ്പോൾ 80-ൽ C ഹരിദാസ്, 82-ൽ TK ഹംസ, 2016-ൽ PV അൻവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ CPM ചിഹ്നത്തിൽ ഒരു ചരിത്രം തിരുത്തി കുറിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എന്ന് UDF അവകാശവാദം ഉന്നയിക്കുന്നു. പക്ഷേ ചരിത്രം ഉണ്ടാകുമെന്ന് CPM-ഉം ഇടതുപക്ഷവും പറയുന്നുണ്ട്. നമുക്കിനി കണക്കുകളിലേക്ക് പോകേണ്ട സമയമാണ്. ഇത് നിലമ്പൂർ, ഇതാണ് നിലമ്പൂർ. ആദ്യം നിലമ്പൂർ നഗരസഭയിൽ നിന്നും തുടങ്ങാം. നമുക്ക് നിലമ്പൂർ നഗരസഭയിൽ 33 വാർഡുകളാണ് ഉള്ളത്. നിലമ്പൂർ നഗരസഭ ഭരിക്കുന്നത് നിലവിൽ ഇടതുമുന്നണിയാണ്. ഇവിടുത്തെ കക്ഷി നിലയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ CPM 18 ആണ്, CPI 3, കോൺഗ്രസ് 9, BJP 1, കേരള കോൺഗ്രസ് 1, ജനതാദൾ U 1 എന്നിങ്ങനെയാണ്. ഇത് നിലമ്പൂർ നഗരസഭയിലെ കാഴ്ച. ഇനി നമ്മൾ നേരെ പഞ്ചായത്തുകളിലേക്ക് വരികയാണ്. പഞ്ചായത്തുകളിലേക്ക് വന്നാൽ എടക്കര, മൂത്തേടം, കരുളായി, വഴിക്കടവ്, പോത്തുക്കൽ, അമരമ്പലം, ചുങ്കത്തറ എന്നിവയാണ് നിലവിൽ ഉള്ള പഞ്ചായത്തുകൾ. അപ്പോൾ നമുക്ക് ആദ്യം എടക്കരയിൽ നിന്നും തുടങ്ങാം. എടക്കരയിലെ കാഴ്ചകളിലേക്ക് പോയാൽ എടക്കരയിൽ ആകെ ഉള്ളത് 16 വാർഡുകളാണ്. അവിടെ CPM-ന് 7, കോൺഗ്രസ് 5, മുസ്ലിം ലീഗ് 4 എന്നിങ്ങനെയാണ്. അടുത്തത് വഴിക്കടവിലേക്ക് നമ്മൾ പോകുന്നു. വഴിക്കടവിൽ 23 വാർഡുകളുണ്ട്. CPM-ന് 9, CPI-ക്ക് 1, കോൺഗ്രസിന് 6, മുസ്ലിം ലീഗിന് 7 എന്നിങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകൾ. ചുങ്കത്തറയിലേക്ക് പോയാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഭരണസമിതി അധികാരമേറ്റതിനു ശേഷം 3 അവിശ്വാസങ്ങളൊക്കെ കണ്ട വളരെ അപൂർവം പഞ്ചായത്തുകളിലൊന്നാണ് ഈ ചുങ്കത്തറയൊക്കെ. ചുങ്കത്തറയിലെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ CPM-ന് 9, കോൺഗ്രസിന് 7, മുസ്ലിം ലീഗ് 3, CPM-ന്റെ സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ ചുങ്കത്തറയിൽ. ഇനി നമ്മൾ നേരെ പോത്തുകല്ലിലേക്ക് വരുന്നു. പോത്തുകല്ലിൽ 17 വാർഡുകളുണ്ട്. പോത്തുകല്ലിൽ CPM-ന് 7, CPI-ക്ക് 2, കോൺഗ്രസിന് 3, കേരള കോൺഗ്രസ് 1, മുസ്ലിം ലീഗ് 2 എന്നിങ്ങനെയാണ് പോത്തുകല്ലിലെ കാര്യങ്ങൾ. ഇനി നേരെ നമുക്ക് മൂത്തേടത്തേക്ക് പോകാം. മൂത്തേടത്ത് 15 വാർഡുകളാണുള്ളത്. മൂത്തേടം പഞ്ചായത്തിൽ അവിടെ CPM-ന് 2, കോൺഗ്രസിന് 8, മുസ്ലിം ലീഗിന് 5 എന്നിങ്ങനെയാണ് വരിക. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നു കരുളായിയിലേക്ക്. കരുളായിയിലെ കാര്യത്തിലേക്ക് വന്നാൽ 15 വാർഡുകളാണ് കരുളായിയിൽ. അവിടെ CPM-ന് 5, CPI-ക്ക് 1, കോൺഗ്രസിന് 4, മുസ്ലിം ലീഗ് 4, NCP 1 എന്നിങ്ങനെ കരുളായിയിൽ പറയുന്നു. അടുത്തതായി നമ്മൾ പോകുന്നു അമരമ്പലത്തിലേക്ക്. അമരമ്പലത്ത് 19 വാർഡുകളുണ്ട്. അവിടുത്തെ കക്ഷിനില നോക്കിയാൽ CPM-ന് 12 ആണ്, കോൺഗ്രസ് 4 ആണ്, മുസ്ലിം ലീഗിന് 3 ആണ് എന്നിങ്ങനെ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് പഞ്ചായത്തുകളിലെ കാര്യങ്ങൾ.